നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിന്റെ പല കോണുകളിലായി ഇപ്പോൾ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊറോണ കാലം പ്രവാസികൾക്ക് ദുരിതകാലമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ദുർഘടമായ വഴികളിലൂടെയാണ് യാത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതും സിനിമാ കഥയെ പോലും വെല്ലുന്ന ജീവിത കഥകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു അനുഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. മലേഷ്യയിലെ കോലാലംപൂർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി അനൂപ് ഉത്തമന്റെ യാത്ര ഒരു സിനിമാ കഥ പോലെ തന്നെ. ഈ മാസം 17-നാണ് അനൂപ് കോലാലംപൂർ വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ നിന്നും കൊളംബോയിൽ പോയി. പക്ഷേ കൊച്ചിയിലേക്ക് പോകാൻ വഴിയില്ലാതായപ്പോൾ തിരികെ കോലാലംപൂരിലേക്ക് വന്നു. 3-4 ദിവസമായി ധരിക്കുന്നത് ഒരു വസ്ത്രം തന്നെ. കിടപ്പ് കോലാലംപൂർ വിമാനത്താവളത്തിലെ കസേരയിൽ. എന്ന് നാട്ടിലേക്ക് എത്താൻ സാധിക്കുമെന്നോ എത്ര ദിവസം ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരുമോ എന്നും അറിയില്ലെന്നും അനൂപ് വ്യക്തമാക്കുന്നു. അങ്ങനെ US-ൽ നിന്നും ദക്ഷിണ കൊറിയയിലേക്കുള്ള കപ്പലിലായിരുന്നു അനൂപ് ജോലി ചെയ്തിരുന്നത്. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ അനൂപിനെ നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനായി കമ്പനി അധികൃതർ മലേഷ്യയിൽ ഇറക്കുകയും ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകുകയും ചെയ്യുകയുണ്ടായി. വിമാനം കയറാൻ വേണ്ടി ബോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊച്ചിയിലേക്ക് വിമാനം പോകുന്നില്ലെന്ന് അറിയിപ്പ് വന്നത്. ഇക്കാര്യം കമ്പനി അധികൃതരെ അറിയിച്ചപ്പോൾ ഉടൻ തന്നെ കൊളംബോ വഴി കൊച്ചിയിലേക്കുള്ള മറ്റൊരു ടിക്കറ്റ് എടുത്തു നൽകി. കൊളംബോ വരെ മലേഷ്യൻ എയർലൈൻസിനും അവിടെ നിന്നും ശ്രീലങ്കൻ എയർവേസിനുമായി ടിക്കറ്റ്. പ്രതീക്ഷയോടെ വിമാനത്തിൽ കയറി കൊളംബോയിലും എത്തി. കൊളംബോയിൽ നിന്നും 7 മണിക്കൂർ കാത്തിരുന്നത് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറി. വിമാനം പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് 2 ഉദ്യോഗസ്ഥർ വന്ന് അനൂപ് ഉൾപ്പെടെയുള്ള 2 പേരോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മലേഷ്യയിൽ നിന്നും വരുന്നവരെ ഈ വിമാനത്തിൽ വിടാൻ പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത്. ഇതോടെ അനൂപ് കൊളംബോയിൽ കുടുങ്ങി. അവിടെയുള്ള ഇന്ത്യൻ എംബസി അധികൃതരോടും സംസാരിക്കുകയും ചെയ്തു. വളരെ മാന്യമായി ഇടപെട്ട അവർ ഒരു നിർദ്ദേശവും നൽകി. കൊളംബോയിൽ 2 പേരാണ് കുടുങ്ങിയിരിക്കുന്നത്. തിരികെ ക്വാലാലംപൂരിൽ പോയാൽ കൂടുതൽ ഇന്ത്യക്കാരുണ്ടെന്നും നാട്ടിലെത്താൻ സാധ്യത കൂടുതൽ ഇതാണെന്നും പറയുകയും ചെയ്തു. തിരികെ മലേഷ്യയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് വിമാന അധികൃതർ വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്. ഇത്രയും തുക നൽകി പോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒടുവിൽ ഇന്ത്യൻ എംബസി ഇടപെട്ട് സൗജന്യമായി അനൂപിനെ തിരികെ ക്വാലാലംപൂരിൽ എത്തിച്ചു. കഴിഞ്ഞ 3 ദിവസമായി വിമാനത്താവളത്തിൽ നിരവധി ഇന്ത്യക്കാർക്കൊപ്പം കഴിയുകയാണ് ഇദ്ദേഹം. അങ്ങനെ വയനാട് സ്വദേശിയായ മറ്റൊരു മലയാളിയും ഇവിടെ കുടുങ്ങിക്കിടപ്പാണ്. ബോർഡിംഗ് കഴിഞ്ഞതിനാൽ ലഗേജ് എടുക്കാൻ അധികൃതർ സമ്മതിക്കുന്നുമില്ല. പുറത്തിറങ്ങാനോ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനോ സാധിക്കുന്നില്ല. വിമാനത്താവളത്തിലെ കസേരയിലാണ് ഇരുത്തവും ഉറക്കവും. വിമാനത്താവളത്തിലെ ഹാളിലും മറ്റുമായി സമയം ചിലവഴിക്കുന്നു. ശുചിമുറി ലഭിക്കുന്നതിനാൽ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഇത്രയും പേർ ഒരുമിച്ച് നിൽക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും ഉയരുകയാണ്. അങ്ങനെ ഇതിനിടെ മലേഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ നേരിട്ട് വന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെന്ന് അനൂപ് പറയുകയും ചെയ്തു. തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ തലത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടതെന്നുമാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ വിമാന കമ്പനി അധികൃതരുമായി എംബസി ഉദ്യോഗസ്ഥർ സംസാരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കൂപ്പൺ ലഭിച്ചുവെന്നും അനൂപ് പറയുകയും ചെയ്തു. താമസ സൗകര്യം ഒരുക്കാൻ അനൂപിന്റെ കമ്പനി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മുറികളെല്ലാം നിറഞ്ഞിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. എത്ര ദിവസം വിമാനത്താവളത്തിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടേണ്ടി വരുമെന്ന് അറിയില്ല താനും. എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലെത്തിയാൽ മതിയെന്ന ഒറ്റ ചിന്തയെ ഇപ്പോൾ ഉള്ളൂ. ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് ഈ മലയാളി യുവാവ്. ഇത്തരത്തിൽ ഒത്തിരിയേറെ പ്രവാസി മലയാളികളാണ് പല നാടുകളിലായി കുടുങ്ങിക്കിടക്കുന്നത്. തിരിച്ചെത്തുമെന്ന ശുഭാപ്തി വിശ്വാസം ഓരോരുത്തരുടെയും മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.